അതൊക്കെ പറഞ്ഞതല്ലേ മോളെ, എല്ലാ ദിവസവും അല്ല അതൊക്കെ പറഞ്ഞ എത്ര ദിവസം 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അല്ല അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതൊക്കെ 3-4 തവണ നമ്മൾ വിശദീകരിച്ചാണ്. അത് ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം CPM എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ്. ആ ആയുധത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അല്ല അത് നമുക്കറിയില്ല, ഏതെങ്കിലും ഒരു വാർഡിൽ ആരെങ്കിലും വെച്ചതാകും. പക്ഷേ ഞാൻ വളരെ വ്യക്തമാക്കുന്നു, UDF-നകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല. UDF-ൽ അവരെ എടുത്തിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോക്കലായ ഇലക്ഷനാണ്. ലോക്കലായ ഇലക്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രായിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ വാർഡും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സംഘടനകളുമായി, പ്രസ്ഥാനങ്ങളുമായി, വ്യക്തികളുമായിട്ടൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കൂട്ടുകെട്ടുകളോ നീക്കുപോക്കുകളോ ഉണ്ടാക്കാറുണ്ട്. ഇല്ല അങ്ങനെ മുന്നണി പ്രവേശനത്തെ പറ്റി അവരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. കാരണം പത്മകുമാർ യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിനുള്ളത്. ആ ഭയം കൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ, അതോടൊപ്പം തന്നെ വാസുവിന്റെ പേരിലൊന്നും പാർട്ടി നടപടി എടുക്കാത്തത്. പാർട്ടി നടപടി എടുത്താൽ അവർ പലതും വിളിച്ചു പറയും. അത് കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. അദ്ദേഹം പറഞ്ഞതെന്താ, ദൈവതുല്യനായ ഒരാൾ പറഞ്ഞുകൊണ്ടാണെന്നാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദൈവഭൂതൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ്, അല്ലാതെ പിന്നെ ആരാണ്? അപ്പൊ അതുകൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി ഉണ്ടാകാത്തത്. അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി അതിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ലല്ലോ, അതിനെന്താ പറയുന്നത്? തീർച്ചയായിട്ടും എത്തും. ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തം. ഇപ്പോൾ ഓരോ ദിവസം വരുന്ന വാർത്തകൾ കാണുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാകും. ഏതായാലും അമ്പലം കൊള്ളയിൽ നിന്ന്, ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2 തവണ കഴിഞ്ഞ 10 വർഷം അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത്, അവരുടെ മന്ത്രിമാരാണുള്ളത്. ശബരിമലയിലെ 30.8 കിലോ സ്വർണം, വിജയമല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അയ്യപ്പനെ കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല, അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെടുകയുമില്ല.